ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ സുമിത്ര മകനെ കാണാൻ ആശിച്ച് മോഹിച്ച് ജയിലിലെത്തി. പക്ഷെ അവിടെ ചെന്നപ്പോൾ സുമിത്രയ്ക്ക് കിട്ടിയത് ഒരു വല്ലാത്ത തിരിച്ചടിയാണ്. മകന് പെറ്റമ്മയെ കാണണ്ട എന്ന് പറഞ്ഞ് അവരെ മടക്കി അയക്കുന്നു. എന്തായാലും മകനെ കാണാൻ കഴിയാതെ കരഞ്ഞു വിളിച്ചു നിൽക്കുന്ന നമ്മുടെ സുമിത്രയെ കണ്ടപ്പോഴേക്കും രഞ്ജിതയ്ക്ക് ഭയങ്കര സന്തോഷം. രഞ്ജിതയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ട് നേരെ സുമിത്രയ്ക്ക് അരികിലേക്ക് ചെല്ലുകയും ചെയ്തു. സുമിത്രയെ എന്നിട്ട് വിളിക്കുകയും ചെയ്തു. അപ്പോൾ സുമിത്ര പറഞ്ഞത്, എത്ര നാൾ നീ എൻ്റെ മോനെ മറച്ചു നിർത്തും, എന്നിൽ നിന്ന് അകറ്റി നിർത്തും? എന്നെങ്കിലും ഒരു ദിവസം അവൻ്റെ അമ്മയെ തേടി അവൻ വരും. എത്രയൊക്കെ വെറുപ്പുകൾ അവൻ കാണിച്ചാലും അവൻ്റെ ഉള്ളിൽ അമ്മയോടുള്ള സ്നേഹം അതെന്നെന്നും ഉണ്ടാകുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിലിങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ രഞ്ജിതയ്ക്ക് രഞ്ജിത ഇങ്ങനെ പുച്ഛഭാവത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. ഇപ്പം നടക്കുവേടി എന്നുള്ളൊരു രീതിയിൽ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സുമിത്രയും അതുപോലെ അനിരുദ്ധും കൂടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അനിരുദ്ധിനോട് സുമിത്ര ചോദിക്കുന്നുണ്ട്, എന്താടാ അവൻ നമ്മളെ കാണാൻ വരാതിരുന്നത്? അത്രത്തോളം ഇതിനകത്ത് അവന് നമ്മളോട് വെറുപ്പായോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. പക്ഷേ ഇതൊന്നും പ്രതീഷിൻ്റെ മനസ്സാലെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. ഇതിനകത്ത് വലിയ ചതി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുവാണ് നമ്മുടെ സുമിത്ര അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശരിയാണ്, അതിലൊരു ചതി ഒളിഞ്ഞു കിടപ്പുണ്ടെന്നുള്ള ആ ഒരു ഇത് നമ്മുടെ അനിരുദ്ധം മനസ്സിലാക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി വീട്ടിലേക്ക് പോകും. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ഉത്തരങ്ങളോ ഒന്നുമില്ല. അപ്പോൾ രണ്ടുപേരും വീട്ടിലോട്ട് പോകുക. ഈ സമയത്താണെങ്കിൽ നമ്മുടെ സ്വരമോളെ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പം മമ്മീന്ന് വിളിച്ച് ഓടി വരുന്നു. നോക്കുമ്പോൾ അവിടെ നമ്മുടെ അനന്യ മോളെ കാത്തു നിൽക്കുമായിരുന്നു. മകളെ കണ്ടപ്പോഴേക്കും അനന്യ ഓടി വന്ന് കുഞ്ഞിനെ എടുത്തു, കെട്ടിപ്പിടിച്ചു, എന്നിട്ട് റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇവർ രണ്ടുപേരും പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഏത് ലെവലിലാണ് തിരിച്ചു വരുന്നത്, എന്തൊക്കെ അറിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്, ഇതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷൻ ശരിക്കും ഉണ്ടായിരുന്നു അനന്യയ്ക്ക്. അങ്ങനെ മമ്മിയുടെ മുഖത്ത് വെപ്രാളവും ടെൻഷനും പേടിയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കൊച്ചു ചോദിച്ചു, എന്ത് പറ്റുമോ മമ്മി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, അല്ലെങ്കിൽ മമ്മി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്, മമ്മിക്ക് എന്താ പറ്റിയേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മമ്മിയോട് എൻ്റെ പൊന്നുമോൾ ഒരു സത്യം ചെയ്ത് തരണമെന്ന് പറഞ്ഞു. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ മമ്മി എന്ത് ഇങ്ങനെയൊക്കെ പറയണേന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പൊന്നുമോളെ മമ്മിയെ വിട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോകുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ മമ്മിയെ വിട്ടിട്ട് എവിടെ പോകാനാ, ഞാൻ എൻ്റെ മമ്മിയെയും ഡാഡിയെയും വിട്ടിട്ട് എങ്ങും പോവില്ല, ഇന്നും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഉറപ്പാണോ എന്ന് ചോദിച്ചപ്പോൾ ഉറപ്പാ മമ്മി, ഞാൻ എൻ്റെ മമ്മിയും ഡാഡിയെ ഉപേക്ഷിച്ച് എവിടെ പോകാനാ, ഞാൻ കുഞ്ഞല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സ്വരമോൾ ഇങ്ങനെ അതിൻ്റേതായ പ്രായത്തിൻ്റെ ആ ഒരു ഇതിലിങ്ങനെ സംസാരിക്കുകയാണേ. പക്ഷെ അനന്യയ്ക്കാണെങ്കിൽ ടെൻഷൻ, പേടി, വെപ്രാളം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയായ്മ, അങ്ങനെയൊക്കെ വല്ലാത്തൊരിത്. അപ്പോൾ അവർ വന്നാൽ മാത്രമേ അനന്യയ്ക്കൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ. എന്താണ് ഇവർ പോയിട്ട് സംഭവിച്ചതെന്ന് അറിഞ്ഞാലുള്ളല്ലോ ഒരു ഇത്. അപ്പോൾ അതിൻ്റേതായ ഒരു വെപ്രാളവും ടെൻഷനും കയറി ആശാത്തി ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. എന്തായാലും ഇതേ സമയത്ത് നമ്മുടെ സുമിത്രയും അതുപോലെ അനിരുദ്ധും കൂടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ വണ്ടിയുടെ ശബ്ദം കേട്ട് അനന്യ ഓടിക്കതച്ച് ചെല്ലുക. സുമിത്രയാണെന്നുണ്ടെങ്കിൽ വന്നു, അവിടെ സോഫയിൽ വെട്ടിയിട്ട ശവം എന്നതുപോലെ അവിടെ അങ്ങ് ഇരുന്നു. അങ്ങനെ ആ ഒരു വല്ലാത്തൊരു ഇതിലങ്ങനെ ഇരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ അനന്യയ്ക്ക് അറിയേണ്ടത്, അവിടെ ചെന്ന് പ്രതീഷിനെ കണ്ടോ, പ്രതീഷ് എന്താ പറഞ്ഞത്, അതാണ് അറിയേണ്ടത്. അങ്ങനെ വാതോരാതെ ഇവരോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അനന്യയാണെങ്കിൽ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ അനിരുദ്ധിന് കാര്യം മനസ്സിലാകുമല്ലോ. പക്ഷെ സുമിത്രയ്ക്കാണെങ്കിൽ ഇതൊന്നും അറിയില്ലാത്തത് കൊണ്ട് സുമിത്ര ഇങ്ങനെ ആകെ വിഷമിച്ച് അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എന്താ നിങ്ങൾ ചെന്നിട്ട് പ്രതീഷിനെ കണ്ടോ, പ്രതീഷിനെ കണ്ടിട്ട് പ്രതീഷ് എന്താ പറഞ്ഞേ, എന്താണെന്നൊന്ന് പറ, നിങ്ങളാരും ഒന്നും മിണ്ടാത്തെ, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ആര് കേൾക്കാൻ, എവിടെ കേൾക്കാൻ, എന്ത് പറയാൻ, അങ്ങനത്തെ ഇവരൊന്നും മിണ്ടാതിരിക്കുന്നു. അനന്യാണെങ്കിൽ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അനിരുദ്ധ് പറഞ്ഞു, ചെന്നിട്ട് പ്രതീഷിനെ കാണാൻ ഒത്തില്ല. പ്രതീഷിനെ കാണാൻ ഒത്തില്ലേ, അതെന്താന്ന് ചോദിച്ചു അനന്യ. അവിടെ ചെന്നപ്പോൾ പ്രതീഷിന് ഞങ്ങളെ കാണണ്ടാന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് അറിയില്ല എന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ അതെന്താ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ അനന്യ. അപ്പോൾ കാര്യം എന്താണെന്നൊന്നും അറിയില്ലെന്നും പ്രതീഷ് അങ്ങനെയാണ് പറഞ്ഞതെന്നുള്ള കാര്യങ്ങളും ഇവരിങ്ങനെ പറയണം. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അനന്യയ്ക്കൊന്ന് സമാധാനമായത്. അനന്യയ്ക്ക് സമാധാനമായി എന്നുള്ള കാര്യം നമ്മുടെ അനിരുദ്ധിന് മനസ്സിലാവുകയും ചെയ്തു. കാരണം അവർ തമ്മിൽ കണ്ടില്ല എന്ന് കേൾക്കുമ്പോൾ കുഞ്ഞിൻ്റെ കാര്യം എന്തായാലും സുമിത്ര അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം അനന്യയ്ക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ അതിൽ സമാധാനം കണ്ടെത്തി നമ്മുടെ അനന്യ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് പിന്നെ അനന്യ അവിടെ സമാധാനിപ്പിക്കൽ തുടങ്ങി, വിഷമിക്കണ്ട, സാരമില്ല, അത് ഇത്രയും നാൾ കാണാൻ ചെല്ലാതിരുന്നത് കൊണ്ടാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനന്യ ഭയങ്കര ഒരു ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നു. ഇതേ സമയത്ത് പൂജ നന്ദി പറയാൻ നേരെ രഞ്ജിതയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ രഞ്ജിതയാണെന്നുണ്ടെങ്കിൽ പൂജയെ കണ്ടപ്പോൾ ഭയങ്കര അഭിനയം എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ കളിയാണ് കളിക്കുന്നത്. എന്തായാലും ആൻറ്റിയോട് നന്ദി പറയാനാണ് ഞാൻ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്തായാലും അമ്മ ചെന്ന് പ്രതീക്ഷേനെ കണ്ടു കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിലിങ്ങനെ സംസാരിക്കുന്നു. അപ്പം ഞാനിന്ന് സുമിത്രയെ അവിടെ വെച്ച് കണ്ടിരുന്നു മോളെ, പക്ഷേ സുമിത്രയ്ക്ക് ഇപ്പോഴും ഞാൻ സുമിത്രയുടെ ശത്രുവായിട്ടാണ്
അവൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അവൾ എന്നോട് പെരുമാറുന്നതും ഇടപെടുന്നതും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ അമ്മയുടെ തെറ്റിദ്ധാരണകൾ കൊണ്ട് വന്നതല്ലേ ആൻറ്റി. അമ്മയുടെ തെറ്റിദ്ധാരണ മാറുന്നതോടെ ആ പ്രശ്നങ്ങളൊക്കെ മാറും. ആൻറ്റി ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. അമ്മയ്ക്ക് പിന്നെ ഏറ്റവും പ്രിയപ്പെട്ടവളായി മാറും ആൻറ്റി. ആൻറ്റി ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അമ്മ പറഞ്ഞതിനൊക്കെ ഒരു പക്ഷേ ആൻറ്റിക്ക് മുന്നിൽ അമ്മ ക്ഷമ പറയാനും മതി. ആൻറ്റിയാണ് പ്രതീക്ഷേട്ടന് വേണ്ടി ജാമ്യത്തിന് അപേക്ഷിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അമ്മയ്ക്ക് ആ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത്, ഇതൊക്കെ അറിയുമ്പോൾ അമ്മ തീർച്ചയായിട്ടും ആൻറ്റിയെ സ്നേഹിക്കും, എനിക്ക് 100% ഉറപ്പാണെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും അച്ഛനും മോനും അങ്ങോട്ടേക്ക് വന്നു. ഒന്നുമില്ലെങ്കിലും സുമിത്ര എന്നെ മനസ്സിലാക്കുമെന്ന് മോള് പറഞ്ഞല്ലോ, സന്തോഷം. എത്രയൊക്കെ സുമിത്ര എന്നെ എന്തൊക്കെ പറഞ്ഞാലും ഉപദ്രവിച്ചാലും കുറേ കാലം എൻ്റെ രോഹിത്തേട്ടൻ്റെ ഭാര്യയായി കഴിഞ്ഞവളല്ലേ അവൾ. അപ്പോൾ പിന്നെ എനിക്ക് അവളോട് അങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവളോട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കാമെന്ന് വിചാരിച്ചതെന്നൊക്കെയുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഇവർ തമ്മിലിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സച്ചിൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് വരുന്നത്. വീട്ടിലേക്ക് വന്ന് കയറിയപ്പോഴേക്കും സരസ്വതിയമ്മ തൻ്റെ തനി സ്വരൂപം എടുത്ത് സച്ചിൻ്റെ നേരെ അങ്ങോട്ടേക്ക് അങ്ങ് ചെന്നു. സച്ചിൻ്റെ നേരെ ചെന്നിട്ട് സച്ചിനോട് എന്നെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ പെണ്ണ് എൻ്റെ ഫോൺ തൊടാ, അത് ചെയ്യടാ, ഇത് ചെയ്യടാ, അങ്ങനെ ചെയ്യടാ, ഇങ്ങനെ ചെയ്യടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് പേടിപ്പിക്കുക. ആദ്യമൊന്നും സച്ചിനൊന്നും മിണ്ടിയില്ല. പിന്നെ സരസ്വതി അമ്മ അങ്ങ് കയറി അങ്ങ് ആകാശത്തേക്ക് എത്തുന്നു എന്ന് കണ്ടപ്പോഴത്തേക്കും ഇവൻ്റെ തനി സ്വഭാവവും പുറത്തെടുത്തു. സരസ്വതിയമ്മയെ പിടിച്ചൊരു ഒറ്റ തള്ളായിരുന്നു. തള്ള എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതിയമ്മ പേടിച്ചു പോയി വീണു. ഈ വീട്ടിൽ എൻ്റെ സൗകര്യത്തിൽ ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ ജീവിച്ചാൽ മതി. നിങ്ങൾക്ക് ഇനി ഈ വീട്ടിൽ നിന്ന് മോചനമില്ലെന്നും അങ്ങനെ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മരിച്ചിട്ടേ ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോവുകയുള്ളൂ, നിങ്ങളെ ഞാൻ കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ ഇരിക്കും. സച്ചിൻ പറയാം. അപ്പോൾ അത് കേട്ടപ്പോൾ ശരിക്കും പേടിച്ചു. അപ്പോൾ എന്തായാലും വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കിയ സരസ്വതി അമ്മയെ കൊല്ലാനായിട്ടുള്ള പരിപാടിയാണ് നമ്മുടെ സച്ചിൻ നോക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴേക്കും സരസ്വതി അമ്മ വാവ് ഒത്തിപ്പിടിച്ച് അങ്ങനെ ഇരിക്കാം. മിണ്ടി പോകരുതെന്നൊക്കെ സച്ചിൻ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്നു. അത് ഈ കുഞ്ഞിപ്പിള്ളേരെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ആ ഒരു കണ്ടീഷൻ. അപ്പോൾ പേടിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആകെ ടെൻഷനായി, ആകെ ഇതായി, കാര്യങ്ങളായി, അങ്ങനെ അവിടെ അങ്ങനെ സംഭവിക്കുന്നു. ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ പങ്കജും പൂജയും തമ്മിൽ അടുക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണിതെന്നും പറഞ്ഞ് അമ്മ മകൻ ഉപദേശിച്ചു കൊടുക്കുക. എന്നിട്ട് പങ്കജിനോട് പറയുവാണ് പൂജയെ വീട്ടിൽ കൊണ്ടാക്കാൻ. അപ്പം അമ്മ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അമ്മ പറഞ്ഞതുപോലെ തന്നെ പൂജയെ വീട്ടിൽ കൊണ്ടാക്കാനായിട്ട് ഈ പങ്കജ് പോകുന്നു. അപ്പോൾ വാ പൂജ എന്നൊക്കെ പറഞ്ഞു. പുറത്തിറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിലും ഇവർ തമ്മിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ സുമിത്ര ആൻറ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ അമ്മയെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് പങ്കജാണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും നല്ല ചെറുപ്പക്കാരനായിട്ട് പൂജയുടെ മുന്നിൽ നിൽക്കുന്നു. പൂജയുടെ സംസാരത്തിൽ നിന്നും പങ്കജിനോട് എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് മനസ്സിലാക്കി പങ്കജ് എന്ത് ചെയ്തു? നടന്നു പോയ പൂജയുടെ കാലയിൽ കാല് വെച്ച് വീഴിച്ചു. അപ്പോൾ വീഴാൻ പോയ പൂജയെ കയറി താങ്ങി അങ്ങ് പിടിച്ചു. പിന്നെ രണ്ടുപേരും കൂടി അങ്ങോട്ട് കുറച്ച് നേരം കണ്ണിൽ നോക്കിയൊക്കെ അങ്ങനെ നിൽക്കുകയാണ്. ഏത് നിമിഷവും ആ പ്രണയം സംഭവിക്കാം എന്നുള്ളൊരു സിറ്റുവേഷനിൽ എന്തായാലും കാലപുരിക്കാണ് പോകാനിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയാതെ പങ്കജിനോട് പ്രണയം തോന്നി തുടങ്ങി നമ്മുടെ പൂജയ്ക്ക്. ഈ സമയത്ത് നമ്മുടെ സുമിത്ര കടുംവെട്ട് തീരുമാനങ്ങളും ഒക്കെ ആയിട്ടതേ അവിടെ ശ്രീനിലയത്തിൽ ഇരിക്കുകയാണ്. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും തൻ്റെ മകനെ താൻ തിരിച്ചു പിടിക്കുമെന്നും അവനെ കണ്ടിട്ടേ താൻ അടങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം രഞ്ജിത ഇതിനകത്ത് ചതിപ്രയോഗം നടത്തുന്നുണ്ടെന്നുള്ള കാര്യം സുമിത്രയ്ക്ക് വ്യക്തമായി. അതുകൊണ്ട് തന്നെ സുമിത്ര രണ്ടും കൽപ്പിച്ചാണ്. ഇനി അങ്ങോട്ട് രഞ്ജിതയുടെ ഒരു സഹായവും തൻ്റെ മകന് വേണ്ടെന്നും രഞ്ജിത ഇതിനകത്ത് എന്തൊക്കെയോ വലിയ കളികൾ കളിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടെ അവന് നമ്മളെ കാണാൻ താല്പര്യം കാണിക്കാത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് സുമിത്ര ഇങ്ങനെ തൻ്റേതായ തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ വരുന്നത്. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാണണം. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടേക്ക് കെയർ.